ോടുകൂടി മരിപ്പിക്കണേ അല്ലാ, നല്ല സമയത്ത് മരിപ്പിക്കണേ അല്ലാ, സുജൂദിലാകുമ്പോൾ മരിപ്പിക്കണേ അല്ലാ, റുകൂയിലാകുമ്പോൾ മരിപ്പിക്കണേ റബ്ബേ, ഖുർആൻ ഓതുമ്പോൾ മരിപ്പിക്കണേ അല്ലാ, ഇതുപോലത്തെ മജ്‌ലിസിലിരിക്കുമ്പോൾ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ, ഇതുപോലത്തെ മജ്‌ലിസിലിരിക്കുമ്പോൾ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. ഇത് സ്വർഗമാണ്, സ്വർഗമാണെന്ന് ഹബീബായ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കൊറോണ വന്നപ്പോൾ പള്ളിയുടെ ഗേറ്റുകൾ പൂട്ടി, പള്ളികൾ പൂട്ടി. ഏതെങ്കിലും ഒരു സമയത്ത് പള്ളിയിലേക്ക് കടക്കാൻ, അല്ലാഹുവേ എന്റെ വീട്ടിൽ ദുരിതമുണ്ട്, എന്റെ വീട് പട്ടിണിയാണ്, എന്റെ വീട് ദുരന്തമാണ്, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനില്ല, അല്ലാ നീ ഭക്ഷണം തരണമെന്ന് പറഞ്ഞ് പള്ളിക്കകത്തേക്ക് കയറി 2 റക്അത്ത് ആരും കാണാതെ, ഒരു പോലീസും കാണാതെ, ഒരു CIDയും കാണാതെ പള്ളിക്കകത്തേക്ക് കയറി, ചെറുപ്പക്കാരാ നിസ്കരിക്കാൻ നിനക്ക് മോഹമുണ്ടായോ? മോഹമുണ്ടായോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഒരു സ്വഹാബി, വീട്ടിൽ വലിയ പ്രശ്നമാണ്, വീട്ടിൽ യാതൊരുവിധ ഭക്ഷണവുമില്ല, തിന്നാൻ ഭക്ഷണമില്ല. പ്രിയപ്പെട്ട മുത്ത് റസൂലിന്റെ ഒരു സ്വഹാബി ഇതാ ജോലിക്ക് വേണ്ടി പോവുകയാണ്, ജോലി അന്വേഷിച്ചു പോവുകയാണ്. ജോലി അന്വേഷിച്ചു പോകുമ്പോൾ ജോലിയില്ല, ജോലി അന്വേഷിച്ചു പോയിട്ട് ജോലിയില്ലാതെ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് പള്ളിയെല്ലാം ബന്ധോസായി കിടക്കുകയാണ്. ആ പള്ളിയിലേക്ക് അംഗശുദ്ധി വരുത്തിയിട്ട് പൂർണ്ണമായ വുളു ഉണ്ടാക്കിയിട്ട് പടച്ചവന് വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, അല്ലാ എന്റെ വീട് പട്ടിണിയാണ് റബ്ബേ, എന്റെ മക്കള് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, എന്റെ കുടുംബം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, പടച്ചോനെ എന്നെ നീ പരീക്ഷിക്കല്ലേ അല്ലാ, എനിക്ക് നീ ഭക്ഷണം തരണേ അല്ലാ, എന്റെ കുടുംബത്തില് ബറക്കത്ത് നൽകണേ അല്ലാ. ഈ ബറക്കത്ത് എവിടുന്നാണ് ഉണ്ടാകുന്നതെന്നാണ് മുത്തുനബി പഠിപ്പിച്ചു തരുന്നത്, മുത്തുനബിയുടെ സ്വഹാബത്ത് പഠിപ്പിച്ചു തരുന്നത്. പള്ളിയിൽ നിന്നാണ് ഈ ബറക്കത്ത് ഉണ്ടാകുന്നത്, പള്ളിയിൽ നിന്നാണ് ഈ ബറക്കത്ത് ഉണ്ടാകുന്നത്. പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് വീട്ടിലേക്ക് സ്വഹാബി തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് നോക്കുന്നു, വീട്ടിൽ വല്ലതുമുണ്ടോ? അന്നരവും വീട്ടിലൊന്നുമില്ല. വീണ്ടും പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിലേക്ക് ചെന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടി പൊട്ടി കരയുകയാണ്, അല്ലാ എന്റെ പൊന്നരിമ മക്കളുമാര് പട്ടിണിയിലാണ്, പട്ടിണിയിലാ, അവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ അല്ലാ, റാസിഖ് നീയാണ് അല്ലാ, റാസിഖ് നീയാണ് റബ്ബേ, യാ ഫത്താഹു യാ റസ്സാഖു യാ കരീമു യാ വഹ്ഹാബ്, റാസിഖ് നീയാണ് അല്ലാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു നിന്ന് നോക്കുമ്പോൾ വീണ്ടും ഭക്ഷണമില്ല. വീണ്ടും ഇതാ പള്ളിയിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും പൊട്ടി പൊട്ടി കരഞ്ഞ് ദുആ ചെയ്യുക. ദുആ ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട സഹധർമ്മിണി അമ്മിക്കല്ലിലിട്ട് ഇങ്ങനെ ആട്ടുകയാണ്, അമ്മിക്കല്ലിലിട്ട് ആട്ടുകയാണ്. നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മാവാണ് വരുന്നത്, ഗോതമ്പിന്റെ മാവാണ് ഇങ്ങനെ ആട്ടി ആട്ടി ഒഴിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ. അവിടെ നിന്നുകൊണ്ട് സ്വഹാബി അങ്ങ് പറഞ്ഞു പോയി, പടച്ചവനെ നിനക്കാണ് സർവാധികാരം, നീയാണ് സർവസ്തുതിക്കും ഉടമസ്ഥൻ, നിനക്കാണ് സർവസ്തുതിയും അല്ലാ. ഇത് പറഞ്ഞിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് സ്വഹാബി വര്യൻ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അരി ഇങ്ങനെ ആട്ടുന്ന ആസുകല്ലിലിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നു, മാവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, മാവ് കൈകൊണ്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വഹാബി വര്യൻ പെണ്ണിന്റെ കയ്യിൽ നിന്ന്, സഹധർമ്മിണിയുടെ കയ്യിൽ നിന്നും ഈ കല്ല് വാങ്ങിയിട്ട് ഇത് എവിടുന്നാണ് വരുന്നത്, ഇത് എവിടുന്നാണ് വരുന്നതെന്നറിയാൻ കല്ല് മാറ്റി നോക്കുമ്പോൾ ആ കല്ലിനടിയിൽ വെറും 2 ഗോതമ്പ് മണി മാത്രമാണുള്ളത്. ഈ കാര്യം അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുഹദറത്തിൽ ചെന്ന് പറയുകയാണ്, നബിയേ എനിക്ക് വീട്ടിൽ വല്ലാത്ത വിഷമമായിരുന്നു, വല്ലാത്ത പ്രയാസമായിരുന്നു,
ഞാൻ കുടുംബത്തില് വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു. ഞാൻ പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. പടച്ചവനോട് പറഞ്ഞു, അല്ലാഹു എനിക്കിതാ